എവരിവൺ, വെൽക്കം ബാക്ക് ടു ഇന്ത്യ അമേരിക്ക വ്ളോഗ്സ്. ഞാനിന്ന് വന്നിരിക്കുന്നത് ഞങ്ങളുടെ ഈ വർഷത്തെ ചെറിയ പച്ചക്കറിത്തോട്ടം കാണിക്കാനായിട്ട്. ഞങ്ങളുടെ വീട്ടിലെ പച്ചക്കറിത്തോട്ടമാണ് എൻ്റെ പിന്നിൽ നിങ്ങൾ കാണുന്നത്. ഇവിടെ തക്കാളി, പച്ചമുളക്, പയറ്, പിന്നെ കുറച്ച് ബീറ്റ്റൂട്ട്, ബീൻസ്, പൊട്ടറ്റോ, അങ്ങനത്തെ കുറേ സാധനങ്ങളാണ് ഞങ്ങൾ ഈ പ്രാവശ്യം നട്ടത്. പക്ഷേ ആക്ച്വലി ഞങ്ങൾ നാട്ടിൽ പോയ കാരണം കൊണ്ട് 2 മാസം വൈകിട്ടാണ് ഞങ്ങൾ ഇതൊക്കെ നട്ടത്. അപ്പോൾ ഞങ്ങൾക്ക് ഷുവറായിരുന്നില്ല ഞങ്ങൾക്ക് എന്തെങ്കിലും വെജിറ്റബിൾസ് ഒക്കെ കിട്ടുമോ എന്നൊക്കെ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു സെപ്റ്റംബർ ആകുമ്പോഴേക്കും തണുപ്പ് നന്നായി തുടങ്ങും. അപ്പോൾ അതിന് മുന്നേ നമുക്ക് ഫ്രൂട്ട്സ് കിട്ടണം, അല്ലെങ്കിൽ വെജിറ്റബിൾസ് കിട്ടണം. പക്ഷേ ഞങ്ങൾക്ക് പ്രശ്നം അത്യാവശ്യം നന്നായിട്ട് തന്നെ ഉണ്ടായിട്ടുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചൊന്ന് കാണിച്ചു തരാം. ഇപ്പോൾ നല്ല വെയിലാണ് ഇവിടെ, അതുകൊണ്ട് ചെടിക്കൊക്കെ കുറച്ച് വാട്ടുണ്ട്. ഇന്ന് രാവിലെ ഞാൻ നന്നായിട്ട് നനച്ചു കൊടുത്തതാണ്, പക്ഷെ നോക്കി വാടിയിരിക്കുക. കുറേ തക്കാളിയൊക്കെ പഴുത്തിട്ടൊക്കെ ഉണ്ട്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പയർ കാണാൻ പറ്റും. കുറേ പയറുണ്ടായി കിടക്കുന്നുണ്ട്. ഈ ഫ്രഷ് നന്നായിട്ട് പയറുണ്ടായിട്ട് ഞാൻ ഇതുവരെ ഒരു 2 കിലോളം പയർ ഞാൻ പൊട്ടിച്ച് കഴിഞ്ഞ് ഞാൻ എന്നും പയർ പൊട്ടിക്കുമ്പോൾ ഞാനത് വെയിറ്റ് ചെയ്തിട്ട് അത് എഴുതി വെക്കും. നമുക്കറിയണമല്ലോ, ലൈക്ക് ഒരു ക്യൂരിയോസിറ്റിക്ക് എത്രത്തോളം പയർ ഒരു വർഷം നമ്മൾ തന്നെ ഉണ്ടാക്കുമ്പോൾ കിട്ടുമെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ എഴുതി വെക്കാറുണ്ടായിരുന്നു. നമ്മുടെ റെഡി ആയിട്ടുള്ള തക്കാളി നമുക്ക് പറിക്കാം. അപ്പോൾ എനിക്കിവിടെ ഞാൻ മിക്കതും ഗ്രോ ബാഗിലാണ് ചെയ്തിരിക്കുന്നത്. ഗ്രോ ബാഗിലാണ് മണ്ണിട്ട് വളർത്തിയിരിക്കുന്നത്. ഇപ്പോൾ ഇതിൽ മൂന്ന് ഗ്രോ ബാഗ് അടുപ്പിച്ച് ഞാനിവിടെ വെച്ചിട്ടുണ്ട്. തക്കാളി ഉണ്ടാക്കാൻ ഇവിടെ നല്ല സൺലൈറ്റ് അടിക്കുന്ന ഒരു സ്ഥലമാണ്, അതുകൊണ്ട് നന്നായിട്ടുണ്ട് തക്കാളി ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഇതിൽ നോക്കി ഈ തക്കാളി ഇങ്ങനെ വിണ്ട് തുടങ്ങി. അതെനിക്ക് തോന്നുന്നു എന്താ പറയുക, വെള്ളം കൂടിയിട്ടാണെന്ന് തോന്നുന്നു, എനിക്കറിയില്ല കറക്റ്റായിട്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ വെയിൽ നന്നായിട്ട് തുടങ്ങിയിട്ട് 2 ദിവസമായിട്ടുള്ളേ. അതിന് മുന്നേ ഇത് വിണ്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിത് ഈ പൊട്ടിക്കാമെന്ന് വെച്ചാൽ എന്തായാലും പുറത്ത് വെച്ച് നമുക്ക് പഴുപ്പിക്കാം. വലിയ തക്കാളി ഇട്ട് നമുക്കൊരു 250 ഗ്രാം ഉണ്ടാവും. അത്രയും വലിയ തക്കാളി കണ്ടോ. പിന്നെ ഇതും പൊട്ടിക്കാൻ ഇതും വിണ്ട് ഇങ്ങനെ തുടങ്ങി. നല്ല പഴുത്ത് നല്ല ഉണ്ട വലിയ തക്കാളി. ഓക്കെ, ഇനി ഇതിലൊക്കെ ആയി തുടങ്ങുന്നുണ്ട്. കണ്ട, ഇത് നോക്കി ഒരു കൊല, ഇത് കണ്ട ഈ കൊല നിറച്ച് നിൽക്കണുണ്ടത്. വലിയ സൈസാട്ടാ. ഇത് ഇന്ന് രാവിലെ വരെ നിവർന്ന് നിൽക്കണ്ടായിരുന്ന ചെടിയാണ്. പക്ഷെ ഇന്നെന്തോ ഇപ്പം ഈ ഉച്ചനേരമായപ്പോഴേക്കും ഇത് നല്ല ഉയരമുള്ള ചെടിയാട്ടോ. നോക്കിയാൽ ഈ ടൊമാറ്റോൻ്റെ സൈസ് നോക്കിയാൽ എന്നെക്കാട്ടൊക്കെ എത്രയോ ഇത് വലുതാണിത്. ഇവിടെ വരെ തക്കാളി ഉണ്ട്. ഇവിടെ തക്കാളി ഉണ്ട്, ഇവിടെ തക്കാളി ഉണ്ടാവുള്ളൂ. അപ്പം ഞങ്ങൾ വിചാരിച്ചു ഇനി ഇത് മുകളിലേക്ക് പോയിട്ട് കാര്യമില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ തണുപ്പുമാവും. അപ്പോൾ ഈ മുകളിലുള്ളതൊന്നും ആവത്തുമില്ല. ഞങ്ങൾ ചോദിച്ചു ഈ ഹെഡ് ഇങ്ങനെ കട്ട് ചെയ്യാമെന്ന് ഞങ്ങൾ വിചാരിക്കണം. ഞാനിത് ഹെഡ് ഇങ്ങനെ കട്ട് ചെയ്യാൻ പോവാം, അല്ലെങ്കിൽ ആവില്ല അത്. ഇനിയപ്പോൾ മുകളിലേക്ക് നീ അത് ഗ്രോ ചെയ്യില്ല. ഞാനിങ്ങനെ കട്ട് ചെയ്യുന്നതൊക്കെ ചെടിയുടെ അടിയിൽ തന്നെ ഇട്ട് കൊടുക്കും. അപ്പോൾ അതിനൊരു കമ്പോസ്റ്റ് പോലെ ആവും. ഇതും ഈ കൊല കണ്ട, ഈ കൊല കണ്ട, ഇതിൽ 3 എണ്ണം നന്നായിട്ടായിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു കുഞ്ഞിത് ഉണ്ടാകണുണ്ട. ഓക്കെ, അപ്പം ഞാൻ ഇതിലെ ഈ 3 എണ്ണം ഞാൻ കട്ട് ചെയ്തെടുക്കാൻ പോവാം. അടിപൊളി തക്കാളിയാണ്. ഇത് 3 എണ്ണമാണ് ഇപ്പൊ പൊട്ടിച്ചത്. ഇതിന്റെ തൈയൊക്കെ ഈ തക്കാളിയുടെയും പച്ചമുളകിന്റെയും തൈ എൻ്റെ അമ്മ ഞങ്ങൾ നാട്ടിൽ പോയി വന്നപ്പോഴേക്കും മുളപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് എനിക്കത് തൈ പെട്ടെന്ന് കിട്ടിയത്. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഞാൻ തന്നെ വിത്തിട്ടിട്ട് മുളപ്പിച്ചതാണ്. ഇപ്രാവശ്യം അമ്മയുടെ തൈകളാണ് ഇതൊക്കെ. ഇതിൻ്റെ ഇടയിലൊക്കെ ഞാൻ തക്കാളിയുടെ കൂടെ ഞാൻ ബേസിൽ വെച്ചിട്ടുണ്ട്. ബേസിൽ ഇങ്ങനെ പാസ്തയിലും ഇതിലൊക്കെ ഉപയോഗിക്കാം. പിന്നെ മാത്രം തക്കാളിയുടെ കൂടെ വെച്ചാൽ അത് പെസ്റ്റ് കൺട്രോൾ പോലെയാണ്. ബേസിലുണ്ടെങ്കിൽ ആവശ്യമില്ലാത്ത പ്രാണികളൊന്നും വരില്ല എന്ന് പറയാം. ഇതെൻ്റെ പച്ചമുളകാണ് കേട്ടോ. ഇതിലൊക്കെ ആയി വരുന്നുള്ളൂ. ഇതൊക്കെ അമ്മ തന്ന തൈകളാണ്.
ഇത് കണ്ട ഇവിടെ കുറച്ച് ചെട്ടുമല്ലിയൊക്കെ ഉണ്ട്. ഓണൊക്കെ ആകുമ്പോൾ എടുത്ത് നമുക്ക് പൂക്കളൊക്കെ ഇടാനൊക്കെ ഉപയോഗിക്കാം. ഈ പച്ചമുളകിലൊക്കെ ആയി വരണല്ലോ. ഇതെന്ത് കൈൻഡാന്ന് എനിക്ക് ഷുവറില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മ തന്നതാ. അപ്പോൾ അമ്മയുടെ കയ്യിൽ കിട്ടിയ പഴുത്ത മുളകിൻ്റെ ഒക്കെ വിത്തുകൾ ഇട്ടിട്ട് അമ്മ ആക്കിയതാണ്. ഇതിലും ഉണ്ട് പച്ചമുളക് കുറേ ആയി വരുന്നു. ഒരു 10 പച്ചമുളകിൻ്റെ കടയുണ്ട് കേട്ടോ. പിന്നെ ഇതേ നോക്കി, ഇതിലാണ് പച്ചമുളക് ശരിക്കും ഉണ്ടായി നിൽക്കണം കേട്ടോ. നല്ല വലിയ നല്ല സൈസിൽ നല്ല പച്ചമുളക്. നല്ല നീളമുള്ള പച്ചമുളക്. ഇതിൽ നമുക്ക് ഇത് ആയിട്ടുണ്ട് എന്ന് വെച്ചാൽ ഇത് എന്നിട്ട് ആ തൊടുമ്പോൾ അങ്ങനെ അമങ്ങുന്നില്ല, അങ്ങനെ കട്ടിയിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇതായിട്ടുണ്ട്. നമുക്കിത് പൊട്ടിക്കാം. നമുക്ക് ഈ സൈസ് നോക്കിയതിൻ്റെ ഇത്രയും വലിയ പച്ചമുളക് ഞാൻ ആദ്യമായിട്ടുണ്ട്. കഴിഞ്ഞ വർഷമൊക്കെ ചെറിയ ഇത്ര ഈ വരലിൻ്റെ അത്രയുള്ള നല്ല എരിവുള്ള പച്ചമുളക്. പക്ഷേ ഇപ്രാവശ്യം ഈ ഇത്ര വലിയ പച്ചമുളക് കിട്ടും. പിന്നെ ഇതിൽ ഇത് ഒന്നും കൂടി ആവും, അതുകൊണ്ട് ഞാൻ പൊട്ടിക്കണില്ല. ഇത് മാത്രം, ഇതാണ് ഫസ്റ്റ് ഏറ്റവും വലുതുണ്ടായത്. പിന്നെ പയറിൻ്റെ ചെടി ഉണ്ട്. പയറിൽ നമുക്ക് ഒരുപാട് ഇന്നത്തേക്ക് ആയി നിൽക്കുന്നുണ്ട്. ഞാൻ 2 ദിവസം മുന്നേ കുറേ പൊട്ടിച്ചോളാം. ഇപ്പോൾ ഇത് 2 ദിവസം കൂടുമ്പോൾ എപ്പോഴും ഇങ്ങനെ കുറേ ഉണ്ടായിക്കൊണ്ടിരിക്കും. ഇത് കണ്ടോ, നല്ല നീളമുള്ള പയറാണ് കണ്ടാ, ഇത്ര നീളമുണ്ട് കണ്ടാ. ഇത് ആക്ച്വലി മൂത്തു. പയറിൻ്റെ ഇടയിൽ ഞാൻ ചെറിയ ടൊമാറ്റോയും വെച്ചെടുക്കുന്നുണ്ട്. ചെറിയ മണി ഇത്ര 3 തക്കാളി ഈ ആയ പയറൊക്കെ നമുക്ക് പൊട്ടി. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഈ ആർച്ചമ ചെറിയ ടൊമാറ്റോ മാത്രമായിരുന്നു. ഇപ്രാവശ്യം ഞാൻ പയറും ചെറിയ ടൊമാറ്റോയും. ഇതിൻ്റെ ഇടയിലൊക്കെ നമ്മളിങ്ങനെ പയർ ഈ പച്ച കളറായോണ്ടേ കാണില്ല പെട്ടെന്ന്. വന്നിട്ട് അത് സൺലൈറ്റിന് വേണ്ടിയിട്ട് ഇങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ വരിക. അപ്പോൾ അതിങ്ങനെ നമുക്ക് അത് ഈ ആർച്ചമയ്ക്ക് ഒന്ന് കെട്ടി ടൈ ചെയ്ത് വെച്ച് കൊടുക്കും. അതുണ്ടോ വാടിപ്പോയി. അത് ഈ വെയിൽ കാരണം കൊണ്ടാട്ടോ ഇങ്ങനെ ഇത് വാടിപ്പോയി. ഇതിട്ട് വിത്തായി നല്ല വിത്തായിട്ട് നിൽക്കുന്നുണ്ട്. ഇതൊക്കെ നന്നായിട്ട് ഇനി ഇത് 2 ദിവസം കഴിഞ്ഞിട്ട് പൊട്ടിക്കാനുള്ളതാണ്. ഇതൊക്കെ ഇത് കുറച്ചും കൂടി ആവും നന്നായിട്ട്. പൊട്ടിച്ചെന്ന് തോന്നണം. ഇതാ പയറ് ഞാൻ പാത്രത്തിൽ വെച്ച് ഞാൻ നിങ്ങൾക്ക് ചെറിയ ടൊമാറ്റോ കാണിച്ചു തരാം. ചെറിയ ടൊമാറ്റോ ഇപ്പം ആയി വരുന്നുള്ളൂ. ചെറിയ ടൊമാറ്റോ ഇങ്ങനെ ആയി വരുന്നുള്ളൂ. അതേ കണ്ട പച്ചയായിട്ട് നിൽക്കാം. പിന്നെ ഇവിടെയൊക്കെ നിറയെ ചെറിയ ഇതുണ്ടാവുന്നുണ്ട്, കുറേ ഉണ്ടാവുന്നുണ്ട്. ഇനി ഒരു മാസത്തിനുള്ളിൽ കുറേ കൂടി ഉണ്ടാവുമെന്ന് വിചാരിക്കാം. അതിന് നമുക്ക് വേറൊരു ഹാർവെസ്റ്റ് വീഡിയോ ചെയ്യാം. പിന്നെ ഇതിലൊക്കെ ഇങ്ങനെ ബീട്രൂട്ട് നട്ട് വെച്ചിരിക്കുന്നത്. ഇത് പച്ചമുളക്, ഇത് ബീട്രൂട്ട്. ഇതിൽ വലിയ ബീട്രൂട്ട് ഞാൻ ഒരു 3-4 പൊട്ടിച്ചു. എന്നിട്ട് കുറച്ചുകൂടെ നിൽക്കുന്നുണ്ട്. കുറച്ചും കൂടി ബീട്രൂട്ട് ഉണ്ട് എനിക്ക്. ഞാൻ ബീട്രൂട്ട് പൊട്ടിച്ച വീഡിയോ നിങ്ങൾക്ക് ഈ സൈഡിൽ ഞാനിപ്പോൾ കാണിക്കാം. അപ്പോൾ ഇങ്ങനെ ആയിട്ടാണ് ഞാൻ ബീട്രൂട്ട് പൊട്ടിച്ചത്. നല്ല അടിപൊളി നല്ല ചോന്ന ബീട്രൂട്ടായിരുന്നു. അരിഞ്ഞപ്പോൾ നല്ല അടിപൊളിയായിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നു. നല്ല സൂപ്പർ ബീട്രൂട്ടായിരുന്നു. നമ്മൾ പിന്നെ ഹോം മെയ്ഡ് ആണല്ലോ, നല്ല അടിപൊളി ബീട്രൂട്ടായിരുന്നു. പിന്നെ ഇതാണ് ഞങ്ങളുടെ പൊട്ടറ്റയും നന്നായിട്ടുണ്ടായിരുന്നു. പൊട്ടറ്റ് ഇതുപോലെ ഞാൻ കുറച്ച് പറിച്ചു. അത്ര വലുതൊന്നായിരുന്നില്ല, പക്ഷെ നല്ലൊരു 3-4 കിട്ടി. സന്തോഷമായി. ഇതൊരു ചെറിയൊരു സന്തോഷമാണ്. എങ്ങനെ ഉണ്ടാവണം, നല്ലൊരു പ്ലസൻറ്റ് സംഭവമാണല്ലോ. പിന്നെ ഞാൻ ഇവിടെ ഞങ്ങളുടെ
ഇപ്പം ഞങ്ങൾ മിൻ്റൊന്നും മേടിക്കാറേ ഇല്ല. അല്ല, ഇത് മൊത്തം ബീട്രൂട്ടാണ്. ബീട്രൂട്ട് ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇപ്രാവശ്യം ട്രൈ ചെയ്തത്. നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട്. പിന്നെ ഞങ്ങൾക്ക് ഇവിടെ ഇങ്ങനൊരു റൈസ് ബെഡ് ഇങ്ങനത്തെ ഒരു ഇതുണ്ട്. ഇതിൽ നിറച്ച് ഞാൻ ബീട്രൂട്ട് നട്ടിരിക്കാം. ആക്ച്വലി ബീട്രൂട്ടിൻ്റെ ഇലയും നമുക്ക് ചീരത്തോരൻ വെക്കണ പോലെ വെക്കാം. അപ്പം ഞങ്ങൾ ബീട്രൂട്ട് പറിച്ചതിൻ്റെ അതിന് മുകളിൽ ഇല എടുത്തിട്ട് ചീരത്തോരൻ വെക്കണ പോലെ. അത് ചീരയുടെ ടേസ്റ്റ് തന്നെ എനിക്ക് തോന്നിയത് നല്ല. ഇത് പിന്നെ ബീട്രൂട്ട് എന്ന് പറയുമ്പോൾ കുറച്ച് വിൻ്ററിലും അത് നിൽക്കും, തണുപ്പ് അതിന് കുഴപ്പമില്ല. പിന്നെ ഇവിടെ എന്താ പറയുക, എൻ്റെ സാലറിയാണ് ഉള്ളത്. ഇതെനിക്ക് എൻ്റെ ഫ്രണ്ട് ആതിര ചേച്ചി തന്നതാണ് കേട്ടോ. കണ്ടോ, ഇതിങ്ങനെ ചേമ്പുന്നുണ്ട്. ചിലർ പറയും ഇത് ചേമ്പുന്നുണ്ട് പോലെ ഇരിക്കുന്നത് പറയും. ഇതിന് തണ്ട് കണ്ടോ. അപ്പോൾ ഇത് നമുക്ക് സെലറി ജ്യൂസൊക്കെ ഉണ്ടാക്കി കുടിക്കാം. നല്ല ഹെൽത്തിയാണ് ഭയങ്കര. പിന്നെ സാലഡും പ്രത്യേക സ്റ്റിക്ക് എടുത്തിട്ട് നമുക്ക് ചുമ്മാ അങ്ങനെ കഴിക്കാം. പിന്നെ അത് മുറിക്കാൻ പോവാം, കുറച്ച് ജ്യൂസ് അടിക്കി കുടിക്കാം. അതെ കണ്ടോ, ഇതിൻ്റെ തണ്ട് കണ്ടോ, ഇത് കണ്ടോ, ഇത് ഇവിടെ നിന്ന് തന്നെ കട്ട് ചെയ്യാം. ഇല അടക്കം ജ്യൂസ് അടിച്ച് കുടിക്കാമെന്നാണ് പറഞ്ഞത് കേട്ടോ. നല്ല ഹെൽത്തി ആയിട്ടുള്ള സാധനം കേട്ടോ. ഇവിടെ നിന്ന് ഞാൻ ഏറ്റവും വലിയത് നോക്കിയിട്ട് കുറച്ച് പൊട്ടിക്കാം. അപ്പോൾ ഇതന്നെ നമ്മൾ വെട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും അത് ഉണ്ടായിക്കൊണ്ടിരിക്കും കേട്ടോ. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. ഇത് കണ്ടോ, ഇതെല്ലാം ഇതൊരു കട്ട് ചെയ്യാം നമ്മൾ. ഇതൊരു സാലഡ്. ഇത് ആക്ച്വലി ഇലയോട് കൂടി തന്നെ നമുക്ക് ജ്യൂസ് അടിച്ച് കുടിക്കാം. അപ്പോൾ അത്ര ഉണ്ട് എൻ്റെ പച്ചക്കറി. ഇനി ഇതൊക്കെ എൻ്റെ സീനിയാസാണ്. എനിക്ക് നല്ല കുറേ കളേഴ്സിൽ, നല്ല വൈബ്രൻറ്റ് കളേഴ്സിൽ. ഇവിടെ ഒരു കട്ട റെഡ് ഉണ്ട്. കട്ട റെഡ് മൊത്തം എൻ്റെ സീനിയാസാണ്. ഓണാകുമ്പോൾ ഇതൊക്കെ നമുക്ക് ഇവിടെ ഇങ്ങനെ ഇരിക്കുന്ന കാണാനും ഒക്കെ നല്ല രസമായിരിക്കും. ഇത് കണ്ട, ഇതെന്താണെന്നറിയോ, ഇത് ഇവിടെ കിളികൾ വന്നിട്ട് എൻ്റെ പൂക്കളൊക്കെ തിന്നുണ്ടായിരുന്നു. ഇങ്ങനെ കൊത്തി കൊത്തി തിന്നും. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഇതൊരു ഷൈൻ തരും ഇങ്ങനെ സൂര്യ വെളിച്ചടിക്കുമ്പോൾ. അപ്പോൾ ആ ഷൈനുള്ള കാരണം കൊണ്ട് കിളികൾ വരില്ല. കിളി വന്നിട്ട് എൻ്റെ പൂക്കൾ കൊത്തി തിന്നില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇത് മേടിച്ച് ഇങ്ങനെ ഇട്ടിരിക്കുന്നത്. നല്ല രസമില്ലേ, തിരിയണമൊക്കെ ഒരു ഇല്യൂഷൻ പോലെ ഉണ്ടല്ലേ. ഇന്നത്തെ ഈ ചെറിയ ഗാർഡൻ ടൂർ ആൻഡ് ഹാർവെസ്റ്റിങ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി കുറേയും കൂടി നമ്മുടെ ബീട്രൂട്ടും പൊട്ടറ്റയും പിന്നെ ചെറിയ ടൊമാറ്റോയും ഒക്കെ ആവുമ്പോൾ ഞാൻ വീണ്ടും വരും ഹാർവെസ്റ്റ് വീഡിയോ ആയിട്ടിട്ട്. അപ്പോൾ സ്റ്റേ ട്യൂൺ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇതുവരെയായിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ ലൈക്ക്, ഷെയർ, നിങ്ങളുടെ കമൻസ് ഒക്കെ എഴുതി അറിയിക്കുക. എൻ്റെ ഈ അമേരിക്കയിലെ ചെറിയൊരു പച്ചക്കറി തോട്ടം എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ കമൻറ്റ് എഴുതി അറിയിക്കണേ. അപ്പോൾ താങ്ക് യു സോ മച്ച്. ബൈ.